കാലം മാറി. പഴയ സാധനം ഇപ്പൊ വേണ്ട. ഈ വീഡിയോ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമം പോലെ. ദിലീപേട്ടനായാലും ധ്യാൻ ശ്രീനിവാസനായാലും നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിനേതാക്കളാണ്. എല്ലാം ഓക്കെ, പഴയതൊന്നും ഏൽക്കുന്നില്ല. അതായത് നിങ്ങളുടെ ടാലൻറ്റും സ്കിൽ സെറ്റും ഔട്ട്ഡേറ്റഡ് ആയി എന്നൊരു വ്യക്തിയോട് ഒരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയുടെ സക്സസ് മീറ്റിൽ വെച്ച് പറയുക എന്ന് പറയുന്നത് എനിക്കെന്തോ യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഐ മീൻ, നോ ഒഫൻസ് ടു മിസ്റ്റർ ധ്യാൻ ശ്രീനിവാസൻ. പഴയതൊന്നും ഏൽക്കുന്നില്ല എന്ന പ്രയോഗത്തിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഞാനൊരു ചിത്ര സംയോജകനായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മലയാളത്തിലല്ല, കന്നഡയിലാണ്. ദിനം പ്രതി മാറുന്ന സിനിമകളെയും സിനിമാ ആസ്വാദന രീതികളെയും കുറിച്ച് ബോധവാനായിക്കൊണ്ട് തന്നെ പറയട്ടെ, ദിലീപ് എന്ന ആക്ടറിൻ്റെ നോർമൽ ക്യാരക്ടർ മെക്കാനിസംസ് ഒരു സിമിലർ കോമഡി ടെംപ്ലേറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. റെഫറൻസ് വെച്ച് പറയുകയാണെങ്കിൽ മിസ്റ്റർ ബീൻ ചെയ്ത റോവൻ എറ്റ്കിൻസൺ, എഡി മർഫി, ഏസ് വെഞ്ചൂറ, ലയർ ലയൽ, ട്രൂമൻ ഷോ എന്നീ സിനിമകൾ ചെയ്ത ജിം കേറി, ഗ്രോൺ അപ്സ്, യു ഡോണ്ട് മെസ് വിത്ത് ജോഹൻ, ദാറ്റ്സ് മൈ ബോയ് എന്നീ സിനിമകൾ ചെയ്ത ആഡം സാൻഡ്ലർ, ഓവൻ വിൽസൺ, നൈറ്റ് അറ്റ് ദ മ്യൂസിയം ചെയ്ത ബെൻ സ്റ്റില്ലർ, ഈവൻ ജാക്കി ചൻ, ഇവരെല്ലാവരുടെയും ക്യാരക്ടർ മാനറിസംസ് ഒരു സിമിലർ ടെംപ്ലേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുക. എന്നിരുന്നാലും അവരുടെ സിനിമകൾ ഇപ്പോഴും വർക്കായിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഥയും കഥാപശ്ചാത്തലവും കാലത്തിനനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഈ പറഞ്ഞ ഹോളിവുഡ് നടന്മാരുടെ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കാര്യം ദിലീപേട്ടൻ ചെയ്തുകൊണ്ടിരുന്നു. അതായത് 2002 ശേഷം ഓരോ വർഷവും ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ ലുക്സിലായാലും ശരി, മാനറിസംസിലായാലും ശരി, വെറൈറ്റി കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. കുഞ്ഞിക്കുനൻ, തിളക്കം, ചാന്തുപൊട്ട്, പച്ചക്കുതിര, ചക്കരമുത്ത്, സൗണ്ട് തോമ, അങ്ങനെ ആക്ച്വലി കാലത്തിനനുസൃതമായി ഇന്നോവേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇതിൽ ഓടായി നിന്നത് മായാമോഹിനിയും കേശു ഈ വീടിൻ്റെ നാദനമൊക്കെ ആയിരുന്നു. കാരണം കഥയും തിരക്കഥയും ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. ഓക്കെ, ആൻ ആക്ടർ ക്യാൻ ബി ഔട്ട്ഡേറ്റഡ്. പക്ഷേ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ എങ്ങനെ ഔട്ട്ഡേറ്റഡ് ആവും? അദ്ദേഹത്തിൻ്റെ ചോയ്സ് ഓഫ് സ്റ്റോറീസിലാണ് അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ലാപ് സ്റ്റിക്, ഓവർ ദ ടോപ്പ് കോമിക് ആക്ടിങ്, ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഓൾറെഡി ഈ ടൈപ്പ് പെർഫോമൻസ് ഒരു പടി ഓടായിട്ട് കയറി നിൽക്കും, ഈ തെറിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കഥയും പ്രിമൈസും സ്ക്രീൻ പ്ലേയും ഒക്കെ അത്ര എൻഗേജ്ഡ് ആക്കി വെച്ചില്ലെങ്കിൽ ഈ ചോറ് കഴിക്കുമ്പോൾ കല്ല് കടിക്കുന്ന ഫീൽ ആയിരിക്കും. അത്ര അങ്ങോട്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ ദിലീപേട്ടന് സംഭവിക്കുന്ന ഇതാണ്. ഇന്നും റോവൻ എറ്റ്കിൻസൺ, ജിം കേറി, എഡി മർഫി ഇവരുടെയൊക്കെ സിനിമകൾ ഇന്നും വിജയിക്കുന്നു. കാരണം വെൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫ്രഷ് സ്ക്രിപ്റ്റ് സെലക്ഷൻ. കറക്റ്റായിട്ട് ദിലീപ് എന്ന പെർഫോമറെ, അത് കോമഡി ആണെങ്കിലും ശരി, ആക്ഷൻ ആണെങ്കിലും ശരി, കറക്റ്റായിട്ട് ആ പെർഫോമറെ പ്ലേസ് ചെയ്യുന്ന സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ജയറാമേട്ടൻ്റെ കരിയറിലും ദിലീപേട്ടന് സംഭവിക്കുന്ന പോലെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ബബ്ബബ്ബ എന്ന സിനിമയിലാണ് പ്രതീക്ഷ. ലെറ്റ്സ് ഹോപ്പ് ദ ആക്ടർ ദിലീപ് വിൽ കം ബാക്ക് ടു ഫോം.